സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ആദ്യം സംസ്ഥാന സർക്കാരിനും അധ്യാപകർക്കും തിരിച്ചടി. അധ്യാപക നിയമനത്തിന് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാക്കിയ വിധിക്കെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ തള്ളി. 2 വർഷത്തിനകം ടെറ്റ് പാസ്സാകണമെന്നത് 3 വർഷമാക്കി ഭേദഗതി ചെയ്തു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, ടീച്ചർമാർ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവണം എന്നുള്ളത് ഉറപ്പാവുകയാണ്, നിർബന്ധമാവുകയാണ്. സമയപരിധി, അവസാന സമയപരിധി എന്നാണ്? അഭിലാഷ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംസ്ഥാന സർക്കാരുകളും വിവിധ ഈ അധ്യാപക സംഘടനകളുമൊക്കെ നിലവിലെ അധ്യാപകർക്ക് ഈ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ അധ്യാപക നിയമനത്തിന് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം എന്ന വ്യവസ്ഥ, അതിനെതിരെ നൽകിയിരുന്ന ഹർജി, പുനഃപരിശോധനാ ഹർജികളാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാന സർക്കാരുകളും വിവിധ അധ്യാപക സംഘടനകളുമായിരുന്നു സുപ്രീം കോടതിയിൽ ഈ ഹർജി ഫയൽ ചെയ്തിരുന്നത്. നേരത്തെ ഈ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലുണ്ടായിരിക്കുന്ന ടീച്ചർമാർക്ക് ഈ ടെറ്റ് പാസ്സാക്കുന്നതിന് 2 വർഷത്തെ സമയപരിധിയായിരുന്നു സുപ്രീം കോടതി അനുവദിച്ചിരുന്നത്. അതായത് 31/8/2027 ഈ പരീക്ഷ പാസ്സാകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് എന്ന നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. അത് ഈ 31/8/2028 ആ സമയപരിധി സുപ്രീം കോടതി നീട്ടിയിരിക്കുന്നു എന്നത് മാത്രമാണ് അല്പം ആശ്വാസകരമാകുന്ന കാര്യം. നിലവിലുള്ള ടീച്ചർമാർക്കും അവർക്ക് സർവീസിൽ തുടരണമെങ്കിൽ, അതായത് വിരമിക്കാൻ 5 വർഷം മുമ്പുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവർക്ക് സർവീസിൽ തുടരണമെങ്കിൽ ഇനി ടെറ്റ് പാസ്സായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ടെറ്റ് വളരെ നിർബന്ധമാകുന്നു എന്നതും വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. വ്യാപകമായ പ്രതിഷേധമായിരുന്നു സുപ്രീം കോടതി വിധിക്കെതിരെ നേരത്തെ രാജ്യവ്യാപകമായി ഉണ്ടായിരുന്നത്. ഈ കേസ് സുപ്രീം കോടതിയിൽ വന്നിരുന്നപ്പോൾ വിവിധ സംസ്ഥാനങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഏതാണ്ട് 25 ലക്ഷം, രാജ്യത്തെ 25 ലക്ഷം അധ്യാപകരെ ബാധിക്കുന്ന, നിലവിൽ സർവീസിലുള്ള അധ്യാപകരെ ബാധിക്കുന്ന ഒരു കേസാണ് ഇത് എന്നതാണ്. കേരളത്തിന്റെ വാദമാകട്ടെ 50,000-ഓളം നിലവിലുള്ള അധ്യാപകർക്ക് ഈ ഉത്തരവ് അല്ലെങ്കിൽ ഈ ടെറ്റ് നിർബന്ധമാക്കുന്ന വിധി ബാധകമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി നിലവിലുള്ളവർക്ക് ഇളവ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ആവശ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി നിരാകരിച്ചിരിക്കുന്നത്. ഫലത്തിൽ ഈ സംസ്ഥാന സർക്കാരുകൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ഈ വിധി ഒരു തിരിച്ചടിയാണ്. അല്പം ആശ്വാസകരമാകുന്ന കാര്യം, 2027 ഓഗസ്റ്റിന് മുമ്പ് പാസ്സാകണമെന്ന ഒരു ഉത്തരവ്, ആ ഉത്തരവിൽ ഒരു ചെറിയ ഭേദഗതി സുപ്രീം കോടതി ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അത് 2028 ഓഗസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നത് മാത്രമാണ് അല്പമാകുന്ന കാര്യം. ഇത് പുനഃപരിശോധന തുറന്ന കോടതിയിൽ വാദം കേട്ടാണ് ഇത് തള്ളിയിരിക്കുന്നത്. ഇനി സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏക മാർഗം, നിയമപരമായ മാർഗം ക്യൂറേറ്റീവ് പെറ്റീഷൻ നൽകുക എന്നതാണ്. പക്ഷേ വളരെ അടമന്റെ ഒരു സ്റ്റാൻഡാണ് ഈ സുപ്രീം കോടതി ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂറേറ്റീവ് പെറ്റീഷൻ നൽകിയാലും കാര്യമായ തോതിൽ ഒരു അനുകൂല ഉത്തരവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ 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 വിരളമാണ് എന്ന് പറയേണ്ടി വരും. അഭിലാഷ്, വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന്. മുഴുവൻ അധ്യാപകരും ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ട്. 2008 വരെ ആ പരീക്ഷ പാസ്സാവാനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അധ്യാപകർക്ക് ആശ്വസിക്കാനുള്ളത്. എല്ലാ അധ്യാപകരും, നിലവിൽ സർവീസിലുള്ള അധ്യാപകരും ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം എന്നുള്ളത് സുപ്രീം കോടതി അരക്കിട്ടുറപ്പിക്കുകയാണ്.